നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല എന്ന് കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോകുന്നതിനേക്കാളും നല്ലത് ചെയ്യാൻ പറ്റുന്നതിനെ മോൾഡ് ചെയ്യാന്നുള്ളതാണ്. അത് മോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിനാണോ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ കോഴ്സ് ഡെലിവറി ചെയ്യുമ്പോഴും എന്താണോ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എന്തിലാണോ ലോട്ട് ഓഫ് മെത്തേഡ്സ് അത് ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഏർലിയർ. എന്താണ്, നമുക്ക് ICT ഉണ്ട്, GAN ഉണ്ട്, ലോട്ട് ഓഫ് മെത്തേഡ്സ്, നിഞ്ച ട്രേഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫ്രാക്ചർ സ്റ്റഡീസ് ഉണ്ട്, ഫ്രാക്ചർ ട്രേഡിങ്സ് ഉണ്ട്. മിസ്റ്റർ സോളിസ് സ്പ്രിറ്റിന്റെ ഒരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു, ഫ്രാക്ചർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് ആ ബുക്ക് ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല, കാരണം അത് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ല. ആ ബുക്ക് അത് ആമസോൺ ആണെങ്കിലും ഏത് Etsy ആണെങ്കിലും എവിടെയും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അയാളൊരു 11 ബുക്സ് എഴുതിയിട്ടുണ്ട്. അയാൾ എഴുതിയിട്ടുള്ള ഒരു ബുക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹാസ് എന്താ പറയണ്ടേ, ഓൾറെഡി ഡിസ്ക്ലോസ് തിങ്സ്. ഒരു 2009 തന്നെ 2019 അജണ്ട, ഗ്ലോബലൈസ്ഡ് അജണ്ടയെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അയാൾ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഫ്രാക്ചറൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അയാൾ അതിന് ടൈമും, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫാക്ടർ, ടൈമും പ്രൈസിനും വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അയാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് അതുകൊണ്ടാണ് ഞാൻ എന്താണോ എനിക്ക് അറിയുന്നത്, അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളത് നോക്കി അതിനെ ഞാൻ മോൾഡ് ചെയ്തെടുത്ത്. ആക്ച്വലി സ്റ്റുഡൻസ് നമ്മളെന്തെങ്കിലും പഠിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഒരു ട്രേഡിംഗ് പ്ലാൻ അവർ തന്നെ ബിൽഡ് ആവണം, നമുക്കതിന് ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. അതായത് സ്ട്രാറ്റജികൾ പറഞ്ഞു കൊടുക്കുക, അവർക്കൊരു മൾട്ടിപ്ലയർ ഉണ്ടാക്കി കൊടുക്കുക. അതെ, കുറച്ച് ടൂൾസുകൾ പറഞ്ഞു കൊടുക്കുക. ഇത് വെച്ചിട്ട് ചിലരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്പൂൺ ഫീഡിങ് പോലെ ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ, അത് നമുക്ക് ഒരിക്കലും നമ്മൾ ഇതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ അപ്പോഴും അവര് ഡിപ്പെൻഡഡ് ആവില്ലേ, നമ്മളിൽ ഡിപ്പെൻഡഡ് ആവുന്നുണ്ടോ? ആക്ച്വലി ഫീഡിങ് അല്ല എന്നാണ് ഞങ്ങൾ ശരിക്കും പറയുന്നത്. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് ജോലികളിൽ ഒന്നാണ് ഹ്യൂമൻ മാനേജ്മെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെ, മനുഷ്യ സ്വഭാവത്തെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അതെ, അപ്പോൾ ഹ്യൂമൻ മാനേജ്മെന്റ് ആണ് വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് ജോലി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെൻ ഇറ്റ് കംസ് ടു ട്രേഡിൽ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് വർക്കാവുന്ന ഒരിടാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് കഴിഞ്ഞു വന്ന ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. റൈറ്റ്. അപ്പം നമ്മൾ ഇപ്പം ഡെൽറ്റയിലുള്ള മെന്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താന്ന് പറയുന്നത് ഈ സ്റ്റേജ് കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. അല്ലെ, എല്ലാവരും എന്താണ്, എല്ലാവരും കൈ പൊള്ളിയവരാണ്. ഇതിന് വേറെ കാര്യമുണ്ട്, ഈ സ്റ്റേജിലൂടെ കടന്നു വരാത്ത ഒരാൾക്ക് ട്രേഡർ ആവാൻ കഴിയൂല. ഒരിക്കലില്ല. ലേൺ ഫ്രം മിസ്റ്റേക്സ് ആണല്ലോ. അതെ, അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റർ ആയിരിക്കും. അതെ, അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റർ ആയിരിക്കാം.